2025 അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ടത് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയാണെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 3155 പൗരന്മാരെ 2025 നവംബർ 21 വരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പാർലമെന്റിലാണ് ഈ കണക്കുകൾ സമർപ്പിച്ചത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിച്ചതായി കണ്ടെത്തിയവർ, വിസ കാലാവധി കഴിഞ്ഞിട്ടും തങ്ങിയവർ, യാതൊരു രേഖകളുമില്ലാതെ താമസിക്കുന്നതായി കണ്ടെത്തിയവർ, അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ടവർ, ഇങ്ങനെയുള്ളവരെയാണ് അമേരിക്ക സാധാരണയായി നാട് കടത്തുക. അതുപ്രകാരം 2025 ജനുവരി 1 മുതൽ നവംബർ 21 വരെ നാട് കടത്തപ്പെട്ടത് 3155 ഇന്ത്യക്കാരെയാണ്. ഇന്ത്യൻ സർക്കാരുമായുള്ള ഏകോപനത്തിലാണ് ഇത് നടക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് നാട് കടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർഷാവർഷം വർദ്ധിക്കുന്നു എന്നതാണ്. 2024 1368 പേർ എന്നിടത്ത് നിന്നാണ് ഒരു വർഷം കൊണ്ട് 3155 എന്ന നിലയിലേക്ക് ഉയരുന്നത്. 2023 ഈ കണക്ക് വെറും 617 മാത്രമായിരുന്നു എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട വസ്തുതയാണ്. പുറത്താക്കപ്പെടുന്ന ഇന്ത്യക്കാരിൽ മിക്കവാറും പേർ ഡോങ്കി റൂട്ട് എന്ന അനധികൃത മാർഗത്തിലൂടെ അമേരിക്കയിൽ പ്രവേശിച്ചവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അനധികൃതമായ വഴികളിലൂടെ ഒരു സ്ഥലത്തേക്കോ രാജ്യത്തേക്കോ കടക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഡോങ്കി റൂട്ട് എന്ന് വിളിക്കുന്നത്. യുഎസിലേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങളുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഇത്തരം ഡോങ്കി റൂട്ടുകളിലൂടെയാണ്. അമേരിക്കയിലേക്ക് കുടിയേറാൻ മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാനാണ് ഇത്തരം അപകടകരമായ വഴികൾ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. മധ്യ അമേരിക്കൻ രാജ്യങ്ങളായ പാനമ, കോസ്റ്ററിക്ക, എൽ സാൽവദോർ, ഗോട്ടിമാല എന്നിവിടങ്ങളിലേക്ക് ആദ്യം എത്തിക്കും. ഈ രാജ്യങ്ങളിലേക്ക് വിസ ലഭിക്കാൻ എളുപ്പമാണ് എന്നതിനാലാണിത്. തുടർന്ന് മെക്സിക്കോയിലേക്ക് കടക്കുകയും അവിടെ നിന്ന് യുഎസിലേക്ക് പ്രവേശിക്കുകയുമാണ് രീതി. പക്ഷേ ഈ റൂട്ടിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടാലും തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാകില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിച്ച ഒരു ഇന്ത്യൻ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിൽ പൂട്ടിയിട്ടിരുന്ന ഇവർ മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങുകയായിരുന്നു എന്നാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ഈ വഴി എത്ര പേർ എത്തുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള കണക്കുകളൊന്നും ഇന്ത്യൻ സർക്കാരിന്റെ പക്കലില്ല എന്നാണ് കേന്ദ്ര മന്ത്രാലയം പറയുന്നത്. അതേസമയം ഡോങ്കി റൂട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം സമീപ വർഷങ്ങളിൽ വർദ്ധിച്ചുവെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ ഡാറ്റ പ്രകാരം 2024 US മെക്സിക്കോ അതിർത്തിയിൽ നിന്ന് പിടികൂടിയത് 97,000-ലധികം ഇന്ത്യൻ പൗരന്മാരെയാണ്. 2025 തുടക്കത്തിൽ 250-ലധികം ഇന്ത്യക്കാരെ ഒന്നിലധികം വിമാനങ്ങളിലായി അമേരിക്ക നാട് കടത്തിയതും ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അവരെല്ലാം ഇത്തരം അനധികൃത റൂട്ടിൽ അമേരിക്കയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടവരായിരുന്നു. ഓരോ വർഷവും എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡോങ്കി റൂട്ടിലൂടെ ആളുകളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന റാക്കറ്റുകളെയും മനുഷ്യക്കടത്ത് ശൃംഖലകളെയും കണ്ടെത്താൻ പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ സംസ്ഥാന പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും അതിനൊരു ഫലം കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.